Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss applicability of accounting standards. Applicability of accounting standards. For the purpose of applicability of accounting standards, enterprises or business units are classified into three categories: Level 1 enterprise, Level 2 enterprise and Level 3 enterprise. Okay. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് യൂണിറ്റുകളെ അല്ലെങ്കിൽ എൻ്റർപ്രൈസസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെവൽ 1 എൻ്റർപ്രൈസ്, ലെവൽ 2 എൻ്റർപ്രൈസ് ആൻഡ് ലെവൽ 3 എൻ്റർപ്രൈസ്. ഓക്കെ ഫസ്റ്റ് വൺ ലെവൽ 1 എൻ്റർപ്രൈസ്. ലെവൽ 1 എൻ്റർപ്രൈസ് എന്താണെന്ന് നോക്കാം. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലെവൽ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെവൽ 1 എൻ്റർപ്രൈസ്. Enterprise which fall in any one or more of the following categories at any time during the accounting period are classified as level 1 enterprise. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലും കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തെന്ന് പറയുള്ളൂ, ലെവൽ 1 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുന്നതാണെന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിനു മുമ്പ് എൻ്റർപ്രൈസസ് വിച്ച് fall in any one or more of the following categories. Okay, given below. അപ്പോൾ നോക്കാം, നമുക്ക് ആ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, enterprise whose debt or equity securities are listed whether in India or outside India. അപ്പം ഒരു എൻ്റർപ്രൈസിൻ്റെ അവരുടെ ഡെറ്റ് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തോ എന്ത് ചെയ്തിരിക്കണം, ലിസ്റ്റ് ചെയ്തിരിക്കണം. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എൻ്റർപ്രൈസസ് ഹൂസ് ഇക്വിറ്റി ഓർ ഡെറ്റ് securities are listed whether in India or outside India. ഓക്കെ അല്ലേ? ദെൻ സെക്കൻഡ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. Enterprises which are in the process of listing their equity or debt securities as evidenced by the board of directors resolution in this regard. അപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ആ ലിസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റീസ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവും. ആ റെസൊല്യൂഷൻ പാസ് ചെയ്തതിൻ്റെ എവിഡൻസും എന്തുണ്ടായിരിക്കണം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരിക്കണം. അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ വഴി പാസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ പ്രോസസ്സ് എവിടെ ഉണ്ടായിരിക്കണം, നമ്മുടെ ബോർഡ് ഓഫ് റെസൊല്യൂഷനിലുണ്ടായിരിക്കണം, ആ എവിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ തേർഡ് കാറ്റഗറി, ബാങ്ക്സ് ഇൻക്ലൂഡിങ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും, ബാങ്കുകളും അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളും ഏത് വരുന്നതാണ്, ലെവൽ 1 കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ലെവൽ 1 എൻ്റർപ്രൈസിൽ വരുന്നതാണ്. ദെൻ ഫിഫ്ത്ത് വൺ, എൻ്റർപ്രൈസസ് ക്യാരിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്. ഇൻഷുറൻസ് ബിസിനസ് ക്യാരി ചെയ്യുന്ന ഏതൊരു ബിസിനസ് യൂണിറ്റും ഏതിൽ വരുന്നതാണ്, ലെവൽ 1 കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം എൻ്റർപ്രൈസസ് ക്യാരിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്. ഓക്കെ, ദെൻ സിക്സ്ത് കാറ്റഗറി, ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ് ഹൂസ് ടേൺ ഓവർ ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് അക്കൗണ്ടിംഗ് പീരീഡ് on the basis of audited financial statement exceed ₹50 crores. That means turnover does not include other income. അപ്പോൾ നോക്കേ, ഇനി അടുത്ത കാറ്റഗറി സിക്സ്ത് കാറ്റഗറിയിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഓൾ കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസ് ഓർ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഓർ ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ, ഹൂസ് ടേൺ ഓവർ ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് അക്കൗണ്ടിംഗ് പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സീഡ് ₹50 crores. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ അല്ലെങ്കിൽ ഈ എൻ്റർപ്രൈസുകളിലെ ടേൺ ഓവർ എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് പ്രകാരം ലാസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ജസ്റ്റ് പ്രിസീഡിങ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 50 crores ആയിരിക്കണം. 50 crores കൂടുതലായിരിക്കണം.
എക്സീഡ് ₹50 crores ആണ്. 50 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഏത് കാറ്റഗറിയിൽ വരുന്നുള്ളൂ? ലെവൽ 1 എൻ്റർപ്രൈസിൽ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ടേൺ ഓവർ കൊണ്ട് മീൻ ചെയ്യുമ്പോൾ ടേൺ ഓവർ ഡസ് നോട്ട് ഇൻക്ലൂഡ് അതർ ഇൻകം. ഒൺലി സെയിൽസ് മാത്രമാണ് എന്തെന്ന് വരിക ഈ ടേൺ ഓവറിൽ വരുന്നത്. മറ്റുള്ള അതർ ഇൻകംസ് ഒന്നും തന്നെ ടേൺ ഓവറായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ്. അപ്പം അവരുടെ ടേൺ ഓവർ എത്ര ആയിരിക്കണം? 50 കോടിയിൽ കൂടുതലാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും? ലെവൽ 1 എൻ്റർപ്രൈസിൽ വരും. അപ്പം മൂന്നാമത്തത് ബാങ്ക്സ് ഇൻക്ലൂഡിങ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, നാലാമത്തത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഞ്ചാമത്തത് ഇൻഷുറൻസ് ബിസിനസ്, ദെൻ എന്താണ്? ടേൺ ഓവർ എക്സീഡ് ₹50 crores. ഓക്കെ, ദെൻ സെവൻത് കാറ്റഗറി ഈസ് all commercial, industrial and business reporting enterprises having borrowings including public deposits in excess of ₹10 crores at any time during the accounting period. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡിൽ അവരുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 10 കോടിയിൽ കൂടുതലായിരിക്കണം. ആ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ എന്ത് ഉൾപ്പെടെയുള്ളതാണ്? പബ്ലിക് ഡിപ്പോസിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള ബോറോയിങ്സ് എത്ര ആയിരിക്കണം എന്നാണ് പറയുന്നത്? 10 കോടിയിൽ കൂടുതലാണെങ്കിൽ അതും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ലെവൽ 1 എൻ്റർപ്രൈസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എയ്ത്ത്, ഹോൾഡിംഗ് ദ സബ്സിഡറി എൻ്റർപ്രൈസസ് ഓഫ് എനി വൺ ഓഫ് ദി എബോവ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിനെ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, സബ്സിഡറി കമ്പനിയായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിലും, അതായത് ഈ അക്കൗണ്ടിങ് പീരീഡിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിനെ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുക, സബ്സിഡറി കമ്പനിയായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ലെവൽ 1 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ലെവൽ 2 എൻ്റർപ്രൈസ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ലെവൽ 1 എൻ്റർപ്രൈസിൻ്റെ കാറ്റഗറീസ് ആണ്. ഇത് ലെവൽ 2 എൻ്റർപ്രൈസ് ആകണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ലെവൽ 2 എൻ്റർപ്രൈസിൽ ഫസ്റ്റ് വൺ, എൻ്റർപ്രൈസസ് വിച്ച് ആർ നോട്ട് ലെവൽ 1 enterprise, not level 1 enterprise but fall in any one or more of the following categories are classified as level 2 enterprises. അപ്പോൾ എന്തായിരിക്കണം? ലെവൽ 1 എൻ്റർപ്രൈസിൽ ഉൾപ്പെടാത്ത, ലെവൽ 1 എൻ്റർപ്രൈസിൽ ഉൾപ്പെടാത്തതും എന്നാൽ താഴെ പറയുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ കാറ്റഗറീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുമാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? ലെവൽ 2 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, all commercial, industrial and business reporting enterprises whose turnover for the immediately preceding accounting period on the basis of audited financial statement exceed ₹40 lakhs but do not exceed ₹50 crores. ഓക്കെ, ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 40 ലക്ഷത്തിൽ കൂടുതലും എന്നാൽ 50 കോടിയിൽ കുറവുമായിട്ടുള്ള വരുന്ന ഏതൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എന്താണ് കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുക? ലെവൽ 2 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുക. ഓക്കെ, ഒന്നും കൂടെ, ലെവൽ 2 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലെ ജസ്റ്റ് പ്രിസീഡിങ് അക്കൗണ്ടിങ് പീരീഡിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്? 40 lakhsനും അതുപോലെ 50 crores ഇടയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ 40 lakhsനും 50 crores ഇടയിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലെവൽ 2 എൻ്റർപ്രൈസ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷൻ, ഓൾ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ് ഹാവിംഗ് ബോറോയിങ്സ് ഇൻക്ലൂഡിംഗ് പബ്ലിക് ഡിപ്പോസിറ്റ് ഇൻ എക്സസ് ഓഫ് ₹1 crore ബട്ട് നോട്ട് ഇൻ എക്സസ് ഓഫ് ₹10 crores അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പം ലാസ്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ അവരുടെ ബോറോയിങ്സ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും, അതായത് കൊമേഴ്സ്യൽ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, അവരുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഡിപ്പോസിറ്റ് ഉൾപ്പെടെയുള്ള ബോറോയിങ്സ് എന്ന് പറയുന്നത് ഏതിനിടയിലായിരിക്കണം? 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ, 1 കോടിയിൽ കൂടുതലായിരിക്കണം എന്നാൽ 10 കോടി കൂടാൻ പാടില്ല. ആ 1 കോടിക്കും 10 കോടിയിൽ ഇടയിലാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന് പറയാം? ലെവൽ 2 എൻ്റർപ്രൈസിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് കാറ്റഗറി ലെവൽ 3 എൻ്റർപ്രൈസ് ആണ്. ലെവൽ 3 എൻ്റർപ്രൈസസ്. ലെവൽ 3 എൻ്റർപ്രൈസ് എന്ന് പറയുമ്പം എൻ്റർപ്രൈസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ലെവൽ 1 ആൻഡ് ലെവൽ 2 എൻ്റർപ്രൈസസ് ആർ കൺസിഡേർഡ് ആസ് ലെവൽ 3 എൻ്റർപ്രൈസസ്. അപ്പം ലെവൽ 1ലും ലെവൽ 2ലും വരാത്തതായിട്ടുള്ള എല്ലാ എൻ്റർപ്രൈസസും ഏത് കാറ്റഗറിയിൽ വരുന്നതായിരിക്കും? ലെവൽ 3 എൻ്റർപ്രൈസിൽ വരുന്നതായിരിക്കും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്,
ആപ്ലിക്കബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓൾ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസസ് അപ്ലൈഡ് all accounting standards except accounting standard 3, accounting standard 17 and accounting standard 18. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, 17, 18 ഒഴികെയുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എല്ലാ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസസും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം 3 ലെവൽസാണ് നമ്മൾ പഠിച്ചത്, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസും എന്ത് ചെയ്തിരിക്കണം, എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അപ്ലൈ ചെയ്യണം എക്സെപ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 റിലേറ്റിംഗ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എല്ലാ എല്ലാവരും ഫോളോ ചെയ്യേണ്ട. അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആണ്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങും എല്ലാ എൻ്റർപ്രൈസും ഫോളോ ചെയ്യേണ്ട. അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ആണ്, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. അങ്ങനെ ഈ 3 ലെവൽ 1 എൻ്റർപ്രൈസസ് മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ ലെവൽ 1 എൻ്റർപ്രൈസസ് ഈ പറഞ്ഞ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. എന്നാൽ ലെവൽ 2 ആൻഡ് ലെവൽ 3 ഫോളോ അതർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എക്സെപ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, 17 ആൻഡ് 18. ഓക്കെ, അപ്പോൾ മറ്റുള്ള ലെവൽ 2ഉം ലെവൽ 3യും ഈ 3 ഫോളോ ചെയ്യേണ്ട. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവർ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, watch and listen the lectures carefully and write a short note on applicability of accounting standards.